എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ, നിങ്ങളിപ്പോൾ ഒരുപാട് കുട്ടികൾ ഇൻഡെക്സ് സ്കോർ ഒക്കെ അയച്ചു തന്നിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, എനിക്ക് LBS കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് LBS അലോട്ട്മെന്റ് ഒരാളും ഉറപ്പ് തരില്ല. കാരണം എന്താ, ഇത് ഒരു എൻട്രൻസ് എക്സാം ഒന്നുമല്ല. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതിന്റെ അലോട്ട്മെന്റ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് LBSന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ റാങ്ക് കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതൊരു കാര്യം. ഇനി നമുക്ക് 2023 അല്ലെങ്കിൽ 2022 LBSന്റെ ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോ 300ലേക്ക് ഒരു 290, 295 ഒക്കെ റാങ്ക് ഇൻഡെക്സ് സ്കോർ വന്ന കുട്ടികളുടെ റാങ്ക് പൊസിഷൻ എന്ന് പറയുന്നത് 2000 ഒക്കെ താഴെ അല്ലെങ്കിൽ 1000 ഒക്കെ താഴെയാണ്. പക്ഷെ അത് വന്നിട്ട് 2025 ആയ സമയത്ത് 290 റാങ്ക് കിട്ടിയ കുട്ടിയുടെ റാങ്ക് പൊസിഷൻ 5000, 6000 ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന് നിങ്ങൾ മീൻ ചെയ്യേണ്ടത്, ഓരോ വർഷവും LBSലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 290 എന്നുള്ളൊരു മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് പൊസിഷൻ 1000ന്റെ ഉള്ളിൽ വരാം, ചിലപ്പോൾ 10000ന്റെ ഉള്ളിൽ വരാം, 15000ന്റെ ഉള്ളിൽ വരാം. അത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തെ പറയാൻ പറ്റുള്ളൂ. എത്ര കുട്ടികൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു റീസൺ കൊണ്ടാണ്. അപ്പൊ ആ ഒരു കാര്യം ജെന്യൂൻ ആയിട്ട്, നിങ്ങൾക്ക് ഇതുപോലെ ജെന്യൂൻ ആയിട്ട് എല്ലാവരും വലിയ തബ്നയിലൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഈ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് പോലും അറിയില്ല നമുക്ക് ഒരു റാങ്ക് വെച്ചിട്ട് ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ഉറപ്പ് പറയാൻ ആർക്കും പറ്റില്ല. കാരണം ഇതിന്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയാണ്, കാരണം LBSൽ എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നോക്കുന്നത്. അതും ഒരേപോലെ മാർക്കുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോ 300ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടും എന്നും പറയാം, കിട്ടില്ല എന്നും പറയാം. 50-50 ചാൻസ് ആണ്. കാരണം 300ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് ഉള്ള എത്ര കുട്ടികൾ ഈ വർഷം അപ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വർഷത്തെ കുട്ടികൾ മാത്രമല്ല, കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് കിട്ടാതെ കാത്തിരിക്കുന്ന കുട്ടികളും ഈ വർഷം അലോട്ട്മെന്റിൽ കൊടുക്കും. അപ്പോൾ അതാണ് ശരിക്കും LBSന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ പറയാം. ഏകദേശം നമുക്ക് 295ന്റെ ഒക്കെ മുകളിൽ ഇൻഡെക്സ് സ്കോർ ഉള്ള കുട്ടികൾക്ക് നമുക്ക് നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് ഒരു ഏകദേശം ഒരു 90-95% കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പറിയാം. അതിൽ തന്നെ 300 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 90% പറയാം. പിന്നെ ഒരു കാര്യം, എല്ലാ വർഷവും നഴ്സിംഗിന് അഡ്മിഷൻസ് ഇതേപോലെ സീറ്റിന്റെ എണ്ണൊക്കെ വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്രാവശ്യം കൂടുതൽ സീറ്റുകൾ കിട്ടുവാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആണ്. 300 ഇൻഡെക്സ് മാർക്ക് കിട്ടാത്ത, നഴ്സിംഗിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാത്ത കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് വലിയ റാങ്ക് ഉണ്ട്, വലിയ ഇൻഡെക്സ് സ്കോർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണം എന്നില്ല. അതും ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജും പ്രൈവറ്റും എങ്ങനെ മിക്സഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാം. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ടിപ്സ് വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, മാർക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കണക്ക്, എന്തായാലും ഒരു 290-290ന്റെ മുകളിലുള്ള കുട്ടികൾക്കൊക്കെ പ്രൈവറ്റ് കോളേജിലും ഗവൺമെന്റ് കോളേജിലൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിന്റെ താഴേക്ക് മാർക്ക് വരുന്ന കുട്ടികൾക്ക് നമുക്ക് അതിന്റെ ആ ഒരു പോസിബിലിറ്റി കുറഞ്ഞു വരും. അപ്പൊ ചില കുട്ടികളൊക്കെ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് LBS വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ LBS കിട്ടിയിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ച് വിഷമം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി മാനേജ്മെന്റ് സീറ്റിൽ അവർ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ആലോചിക്കാം. അതായത് നമ്മൾ LBSന്റെ പ്രൊസീജിയർ എല്ലാം വെയിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് LBS ലാസ്റ്റ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റും കിട്ടില്ല, ലാസ്റ്റ് LBSന്റെ സീറ്റും കിട്ടില്ല. ആ ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികള് ഓപ്ഷൻ B എന്തായാലും നിങ്ങൾ ആലോചിക്കണം. കാരണം LBS മാത്രം ഒരു ഓപ്ഷനായിട്ട് കണ്ടിരിക്കരുത്. LBSന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ഡിലേ വരും, അത് ഉറപ്പാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ആദ്യം നഴ്സിംഗിന്റെ അഡ്മിഷൻ അലോട്ട്മെന്റ്സ് ആണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാരാമെഡിക്കലിൻ്റെത് കിട്ടുന്നത്. പാരാമെഡിക്കലും നഴ്സിംഗും ഒരേപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്ന കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ വർഷം അതിന്റെ മുകളിലത്തെ വർഷമൊക്കെ കണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ കുട്ടികളുടെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ താല്പര്യത്തിന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻസ് എവിടെയെങ്കിലും നോക്കിയിട്ട് LBS വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു അഡ്മിഷൻ ഫീ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ എങ്കിൽ പോലും കേരളത്തിൽ തന്നെ സീറ്റ് കിട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും എയിം. അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാനാണ് എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്യുന്നത്. കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ കേരളത്തിൽ പൊതുവെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. കിട്ടാൻ ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ ആ ഒരു അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ കോമ്പറ്റീഷൻ കൂടുതലാണ്. സോ വൈസായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇതേപോലെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾ കേരളത്തിൽ കോളേജുകളെ കുറിച്ചിട്ട് അറിയണമെങ്കിലും, ഇനി അതല്ല കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിലും യൂണിവേഴ്സിറ്റി നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് നല്ലതാണോ. ചില കുട്ടികൾക്ക് ഇതൊന്നും അറിയാതെ ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് കോഴ്സ് എടുക്കും, എനിക്ക് എൻ്റെ ഒരു പാഷൻ എന്താണ് അല്ലെങ്കിൽ കോഴ്സ് എന്താണെന്നൊന്നും അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മളൊരു ഗൈഡൻസ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ കരിയർ ഹെൽപ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളാൽ കഴിയുന്ന വിധം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ആ കോളേജ് അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങളിപ്പോൾ എനിക്ക് അലോട്ട്മെന്റ് കിട്ടുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ആ കിട്ടും എന്ന് പറയുന്നത് തന്നെ 100% കിട്ടും എന്ന് ഷുവർ ആയിട്ടും ഒരാളും നിങ്ങളുടെ അടുത്ത് പറയില്ല. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പാരിസൺ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് ആ കുട്ടിക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തരും, ഗൈഡൻസ് ചെയ്യും. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺ, നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.